ഹായ് ഓൾ, വെൽക്കം ടു ദ ലിറ്റിൽ ബിഗ് ലൈഫ്. വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായല്ലോ ഞാനിന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. ഞാനിന്നൊരു ബ്രൗണിയുടെ റെസിപ്പി ആയിട്ടോ കാണിക്കുന്നത്. വളരെ ഈസി ആയിട്ട് ഒരു ബിഗിനേഴ്സിന് എങ്ങനെ ബ്രൗണി ഉണ്ടാക്കാമെന്നാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. എനിക്കറിയാം നിങ്ങൾ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കാം ബ്രൗണിയുടെയൊക്കെ, പക്ഷേ ഇത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് വളരെ ഈസി ആയിട്ട് ഒരു ബിഗിനറിന് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ? ശരി, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഡാർക്ക് ചോക്ലേറ്റ് ആട്ടോ. അപ്പോൾ ഞാനിതിലെടുത്തേക്കുന്ന ഇപ്പോൾ മിൽക്ക് കോമ്പൗണ്ടാണ്. നിങ്ങൾക്ക് ഡാർക്ക് കോമ്പൗണ്ട് ഓർ മിൽക്ക് കോമ്പൗണ്ട് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇതിലിപ്പോൾ 4 ബ്ലോക്സ് ആണോ ഉള്ളത്. അതിൽ 2 ബ്ലോക്സാണ് ഞാനിപ്പോൾ ഈ ബ്രൗണിക്ക് വേണ്ടി എടുക്കുന്നത്. പിന്നെ 100 ഗ്രാംസ് ഓഫ് ബട്ടറും. ഈ ബട്ടറും ചോക്ലേറ്റും കൂടെ നമുക്കൊന്ന് ഡബിൾ ബോയിൽ ചെയ്യാൻ വെക്കാം കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കാം. ഈ കപ്പാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ വീട്ടിൽ ചായ കുടിക്കുന്ന ഒരു മീഡിയം സൈസുള്ള കപ്പ് എടുത്താൽ മതി കേട്ടോ. ഇതിൽ വേണം എല്ലാം നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി. ഈ കപ്പിൽ വേണം നമുക്ക് മെഷർ ചെയ്യാൻ കേട്ടോ. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് ഓഫ് ഷുഗറും 1/2 കപ്പ് ഓഫ് ബ്രൗൺ ഷുഗറുമാണ് എടുത്തിരിക്കുന്നത്. ബ്രൗൺ ഷുഗർ ഇല്ലാത്തവർ ഷുഗർ എടുത്താൽ മതി കേട്ടോ. ഒരു ഫുൾ കപ്പ് ഷുഗർ. ഞാനിപ്പം എനിക്ക് ബ്രൗൺ ഷുഗറിൻ്റെ ഫ്ലേവറും കൂടി ഇഷ്ടമായതുകൊണ്ട് 2 എടുത്തിട്ടുണ്ട്. അതിനുശേഷം 3 എഗ്ഗും എടുത്തിട്ടുണ്ട്. എല്ലാം റൂം ടെമ്പറേച്ചറിലിരിക്കണം കേട്ടോ. ഡയറക്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഉണ്ടാക്കരുത്. എല്ലാം ഒരു 2 hour ബിഫോർ നമ്മൾ പുറത്തെടുത്ത് വെച്ചിട്ട് വേണം ഉണ്ടാക്കാൻ. പിന്നെ ഒരു വാനില എസൻസും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ 3 ഇൻഗ്രീഡിയൻറ്റും കൂടെ നമ്മൾ മിക്സിയിലിട്ട് ഒരു 2 minutes ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ബീറ്ററിൻ്റെയോ ഹാൻഡ് മിക്സിയുടെയോ ഒന്നും ഒരാവശ്യമില്ല. മിക്സിയിലിട്ട് തന്നെ ഒരു 2 minutes ബീറ്റ് ചെയ്താൽ നല്ല സോഫ്റ്റായിട്ട് വരും. അതിനുശേഷം നമ്മൾ ആ ഷുഗർ അളന്ന് സെയിം കപ്പിൽ ഒരു 1/2 കപ്പ് ഓഫ് കൊക്കോ പൗഡറും ഒരു ഫുൾ കപ്പ് മൈദയും എടുത്തിട്ടുണ്ട്. ഞാൻ മൈദയുടെ മെഷർമെൻറ്റ് ചെയ്യാൻ കാണിക്കാൻ മറന്നുപോയി. ഒരു 1/2 കപ്പ് ഓഫ് കൊക്കോ പൗഡറും ഒരു ഫുൾ കപ്പ് ഓഫ് മൈദയുമാണ് ഞാൻ അതിലേക്ക് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാനൊരു 2 രൂപയുടെ ബ്രൂ പാക്കറ്റ് അത് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ചെറിയ പാക്കറ്റിൽ അതിൻ്റെ പാതി പാക്കറ്റും അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു കോഫിയുടെ നല്ലൊരു ഫ്ലേവർ കിട്ടും. അത് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഇടണ്ട കേട്ടോ. ഇതെല്ലാം കൂടെ ഇട്ടതിന് ശേഷം നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചോക്ലേറ്റ് അപ്പോഴത്തേക്കും റെഡി ആയിരിക്കും. അതൊന്ന് നന്നായിട്ടൊന്ന് തണുത്തിട്ട് വേണം ബാക്കി ഇൻഗ്രീഡിയൻസ് ഇടാൻ. ചൂടോടെ ഇടരുത്. നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മൾ എഗ്ഗിൻ്റെ ആ മിക്സ്ഡ് ഇല്ലേ അത് അതിൻ്റെ അകത്തേക്ക് ഇട്ട് ഒന്ന് ഈവനായിട്ട് ഒരേ സൈഡിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം എല്ലാം നന്നായിട്ട് മിക്സ് ആയിക്കോളും. നമ്മൾ തണുക്കാണ്ട് ചൂടോടുകൂടി അത് ഒഴിച്ചെങ്കിൽ നമ്മുടെ ബ്രൗണിയുടെ മേളിലുള്ള ആ ഒരു ക്രാക്കേഴ്സ് പോലെ ഉണ്ടല്ലോ, അത് നമുക്ക് കിട്ടത്തില്ല കേട്ടോ. നമുക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ഇത് ഒഴിക്കാൻ. ഈ മിക്സറിന് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഒറ്റയടിക്ക് ഇട്ട് കൊടുക്കരുത്. അത് കുറേശ്ശെ നമുക്കൊന്ന് മിക്സാക്കി ഒന്ന് വരാം. ഇത് ഞാനിപ്പം ഒരു ഫഡ്ജി ബ്രൗണിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇച്ചിരി കൂടെ തിക്കായിട്ടുള്ള ബ്രൗണി, ഒത്തിരി ചോക്ലേറ്റ് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ 1 കപ്പ് ഓഫ് മൈദ എന്നുള്ളത് ഒരു 1.5 കപ്പ് ഓഫ് മൈദ ആക്കുവാണെങ്കിൽ ഇച്ചിരി കൂടെ ഒരു തിക്കായിട്ട് കിട്ടും. എനിക്ക് ഇച്ചിരി ചോക്ലേറ്റി ആയിട്ടോ ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ആകുമ്പം ഈ ഒരു കൺസിസ്റ്റൻസി ആട്ടോ നമുക്ക് കിട്ടുന്നത്. ഇതാണ് കറക്റ്റ് ഫഡ്ജി ബ്രൗണിയുടെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കേട്ടോ. അതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ മിൽക്ക് ചോക്ലേറ്റ് ഞാനൊരു 4 ബ്ലോക്സ് ഉണ്ട്. അതിൽ 1.5 ബ്ലോക്സാണ് എടുത്തിരിക്കുന്നത്. അതിൽ 1 ബ്ലോക്സ് ഞാൻ മെൽറ്റ് ചെയ്യാൻ വെച്ചു. അത് കഴിഞ്ഞുള്ള പാതിയാണ് ഇപ്പോൾ ഈ കാണുന്നത്. അത് ഞാൻ ഇതിലേക്കൊന്ന് ഇടുക കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ചോക്ലേറ്റ് ആയിട്ടിരിക്കും. ബേക്ക് ആകുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് കടിക്കാനും ഒരു ഫഡ്ജി പോലെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ഇടുന്നത്. അത് അതിൻ്റെ അകത്തേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്യുക. ഞാൻ പിന്നെ കുറച്ച് എക്സ്ട്രാ ചോക്ലേറ്റും കൂടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മേളിൽ ഒന്നുകൂടെ എല്ലാം മിക്സ് ചെയ്ത് ഒഴിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മേളിലേക്ക് ഒന്നിടണം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ടേസ്റ്റായിട്ട് കിട്ടും കേട്ടോ. അതുകൊണ്ട് അതും ഓപ്ഷണലാട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇപ്പം ഇതുപോലെ ഞാൻ മണ്ടയിൽ കുറച്ചും കൂടെ ഒന്ന് ചോക്ലേറ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഒരു കുറച്ചുകൂടെ ഫഡ്ജി ആയിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാം. ഞാൻ 150 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 45 minutes ആട്ടോ ഞാൻ ബേക്ക് ചെയ്യാൻ വെച്ചേക്കുന്നത്. അത് കഴിയുമ്പോൾ നോക്കിയേ ബ്രൗണി എങ്ങനെ നല്ല ക്രാക്കേഴ്സും എല്ലാം ഉണ്ട്. വളരെ നല്ല സ്ട്രെച്ചറാണ് ഇപ്പോൾ കിട്ടിയേക്കുന്നത്. അതിപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് ഞാൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം വളരെ ആ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു കപ്പ് ഓഫ് ഐസ്ക്രീമും കൂടെ ഉണ്ടെങ്കിൽ രണ്ടും ചേർത്ത് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ശരി, ബൈ, താങ്ക് യു.